നമ്മളിപ്പം തോപ്രാംകുടിയിലുള്ള ഷൽജു ചേട്ടൻ്റെ തോട്ടത്തിലാണുള്ളത്. ഷൽജു ചേട്ടൻ ഇവിടെ കുറേ അധികം വെറൈറ്റി ആയിട്ടുള്ള ഏലങ്ങൾ കൃഷി ചെയ്യുന്നുണ്ട്. അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് അദ്ദേഹത്തിന് ഏറ്റവും മെച്ചമായിട്ടും തോന്നുന്ന ഒരു കൃഷി കണിപ്പറമ്പനാണെന്നുള്ളതാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. തീർച്ചയായിട്ടും എനിക്കും ഈ ഒരു തോട്ടം കണ്ടതിൽ നിന്നും അതും മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അത് പുള്ളി വ്യക്തമായിട്ട് നമുക്ക് പറഞ്ഞു തരും. കനകക്കുന്ന് തോപ്രാംകുടി. അപ്പോൾ ഷൽചേട്ടാ, ഈ കാണിപ്പറമ്പനും അതുപോലെ 9 വോൾട്ടും അതുപോലെ തിരുനാളി ഇങ്ങനെയുള്ള ഏലങ്ങൾ തമ്മിൽ വ്യത്യാസം എന്താണ്? വ്യത്യാസം എന്ന് പറഞ്ഞാൽ കണിപ്പറമ്പന് ഫിസേറിയ ഉണ്ടാകത്തില്ല. അത് 100% കറക്റ്റായിട്ട് ഫിസേറിയ ഉണ്ടാകത്തില്ല. മറ്റുള്ള ഇപ്പോൾ ഇത് ഏലരാജനാണ്. ഈ ഏലരാജൻ്റെ തട്ട കണ്ടോ, ഇതുണ്ട് ഫിസേറിയ എന്നുള്ള കുമ്പിളുണ്ട്. അതുപോലെ തന്നെ ഇത് 9 വോൾട്ടാണ്. 9 വോൾട്ട് ചെടിയാണ്. ഇതിന് ഫിസേറിയ ഉണ്ട്. പക്ഷേ കണിപ്പറമ്പനാണ് ഈ കെട്ട്. ഇത് കണിപ്പറമ്പ് ഫിസേറിയ ഇല്ല, ഒട്ടുമില്ല. തണ്ടുവരപ്പിനും പിടിക്കില്ല. ശരിയാണ്, ഫിസേറിയ ഇല്ല. നല്ല പച്ചപ്പും ഉണ്ട്. ഇതും കണിപ്പറമ്പനല്ലേ? അതെ. ഇത് 9 വോൾട്ട്. 9 വോൾട്ടില് കായൽ ബോൾഡ് മാത്രമേ ഉള്ളൂ എങ്കിലും കൂടുതലല്ലേ? കേട് കൂടുതലുമാണ്. അതുപോലെ തന്നെ ചിമ്പെണ്ണം കുറവായിട്ടേ ഉണ്ടാകത്തുള്ളൂ. വേറെ ഇത് ഏലരാജനോ? അത് ഏലരാജൻ, ഈ നിൽക്കുന്ന ചെടി അല്ലേ? അതെ. ഇത് തിരുനാളി. ഇതിനും ഫിസേറിയ അല്പം കുറവുണ്ട്. ഇത് തിരുനാളി വലിപ്പമില്ല. തിരുനാളി ഈ കായ ഒരുമാതിരി വളരെ ചെറിയ കായ അല്ലേ? 13 മാസം മാത്രമായ ചെടിയാണ്. 13 മാസം. ഈ ചെടികളെല്ലാം 13 മാസം ഒരേപോലെ വെച്ച ചെടികളാണ്. ഒരേപോലെ മരുന്നടിക്കുന്നു. ഇതെല്ലാം ഒരേപോലെ മരുന്നടിക്കുന്നു. അതും പിന്നെ നമുക്ക് ഇവിടെ മുതൽ ഓരോന്നോരോന്ന് പരിചയപ്പെട്ടു പോകാന്നാൽ. ഇതിപ്പം തിരുതാളി. ഇതിൻ്റെ ഷൈച്ചറിന് തോന്നുന്ന ഒരു പോരായ്മ എന്താണ്? ഈ ഒരു ഇത് 20 ഡിഗ്രി താഴെ ചൂടുണ്ടെങ്കിൽ മാത്രമേ തിരുതാളി കാ പിടിക്കത്തുള്ളൂ. അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട്. പിന്നെ അല്ലാതെ വില കുറവാണ്. 75 രൂപ കുറവുണ്ട്. ബോൾഡ് തീർത്ത് കുറവാണ്. വലിപ്പം കുറവാണ്. തൂക്കത്തിൽ എന്തെങ്കിലും? തൂക്കത്തിൽ എന്ന് പറഞ്ഞാൽ തൂക്കത്തിലും വ്യത്യാസമുണ്ട്. ചെറിയ കായല്ലേ? തൂക്കത്തിലും കുറവ് വരുന്നുണ്ട്. 5-1 കിട്ടും. പക്ഷെ അന്നേരം എടുക്കാനും താമസം. അരിയെണ്ണം കുറവായിരിക്കും. പിന്നെ ഷേപ്പ് ഇല്ല കായ്ക്ക്. ഇല്ല. അപ്പോൾ ഈ നിൽക്കുന്ന ഈ 3 തിരുതാളി. ഇതിപ്പം ഈ ചെടികളെല്ലാം ഇങ്ങനെ മിക്സ്ഡ് ആയിട്ട് നട്ടിരിക്കുന്ന ഒരു പരീക്ഷണ അടിസ്ഥാനത്തിൽ ഡെമോ ചെയ്ത് ഏതാണ് ഏറ്റവും നല്ലതെന്ന് നമുക്ക് തിരിച്ചറിയാനും ജനങ്ങൾ ചെലവ് കുറവും പിന്നെ കൂടുതൽ കാ കിട്ടുന്നതും ഒരു 5 വർഷത്തെ കണക്ക് നോക്കി കഴിഞ്ഞാൽ ഏറ്റവും കിട്ടുന്നത് കണിപ്പറമ്പനാണ്. ഒന്ന് വേനക്കും കാ കിട്ടും. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഫിസേറിയ ഉണ്ടാകത്തില്ല. ഈ കണിപ്പറമ്പിൽ പിന്നെ വെള്ളം കുറവ് മതി, വളം കുറവ് മതി, അങ്ങനെയൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ട്. വെള്ളം കുറവ് മതി, പക്ഷേ കൂടുതൽ ചിമ്മുള്ളതുകൊണ്ട് വളം ഇച്ചിരി കൂടുതൽ കൊടുത്താൽ കായ്ക്ക് നല്ല ബോൾട്ടായിരിക്കും. പിന്നെ ഇതിന് മരുന്ന് പ്രയോഗം കുറച്ച് മതി. ഇത് തന്നെ ചെയ്യുവാണെങ്കിൽ തണ്ടുവരപ്പനെ ഒരു 40 ദിവസം കൂടുമ്പോൾ അടിച്ചാണ്. അതെ അല്ലേ? ഇത് തന്നെ ചെയ്യുവാണ്. ഇതിപ്പോൾ നമ്മൾ ഈ ഒരു ലെയർ, ഈ ഒരു കാണുന്ന ഒരു ലെയർ തിരുനാളി, ഈ ഒരു ലെയർ ഏലരാജൻ അല്ലേ? ഇത് 15 വർഷമായിട്ടുള്ള ഏലരാജനാണേലും അത്യാവശ്യം നല്ല ബോൾഡ് കായ. 4 കാ പിടിച്ചാൽ 4 കാ 2-3 കായ എടുക്കാതെ അടുത്ത കാ പിടിക്കുവല്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട് അല്ലേ? പക്ഷെ നിറഞ്ഞ കായുണ്ട്. പക്ഷേ ഇത് കിട്ടുള്ളൂ. ഇതിന് ഫിസേറിയം കൂടുതലുണ്ട്. അത് ഫിസേറിയം കൂടുതലുണ്ട്. അതെ അല്ലേ? ഇനി ഇതെല്ലാം ഏലരാജൻ തന്നെയല്ലേ? ഇത് 9 വോൾട്ട് അല്ലേ? 9 വോൾട്ട് ഇതുണ്ട്. ചിമ്പെണ്ണം കുറവാണ്. അതിനോടൊപ്പം കായ്ക്ക് വലിപ്പമുണ്ട്. വേനക്കും അല്പം കാ കിട്ടും. ശരം നീളം കൂടും തോറും
ഈ കായ്ക്ക് ചീച്ചിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടോ? 9 വോൾട്ടിന് ഏറ്റവും ആദ്യം പിന്നെ അഴുകലൊക്കെ പിടിക്കുന്നത് ഇതിന് തന്നെ കണ്ടേക്കുന്നത്. 9 വോൾട്ടിനല്ലേ? അതെ അതെ. പിന്നെ തട്ട ഒരു 100 തട്ട ഇട്ടാൽ ഇതൊരു 10 എപ്പോഴും നമ്മൾ മാറി വെക്കേണ്ടി വരും. പക്ഷെ കണിവറമ്പനെ 100 ഇട്ടാൽ 100 എണ്ണം പിടിക്കും. ഇതിന് ശരിക്കും ചിമ്പെണ്ണം കുറവാണ്, ചിമ്പടി കുറവാണ്. അതുപോലെ തന്നെ ശരത്തിന് നീളം കൂടുതലുണ്ട്, കായ്ക്ക് ഈ പറയുന്ന വലിപ്പം ഇല്ല തന്നെ ഇല്ല. ആ നീളം കുറയുന്ന ശരത്തിന് മാത്രമേ കായ്ക്ക് വലിപ്പമുള്ളൂ. ഇതിന് വലിപ്പം കുറവാണ്, എന്നാൽ അതിന് വലിപ്പം കൂടുതലുണ്ട്. പിന്നെ ഏറ്റവും കൂടുതൽ പുഴുത്തുള്ള ഉള്ളത് അങ്ങനെയുള്ള കംപ്ലൈന്റ്. കായ്ക്ക് ആവറേജ് വലിപ്പമുണ്ട്, പച്ച കളറായിരിക്കും. ഇത് തൂക്കം ഒരു 5.5-6 ഒന്നിനെ കിട്ടത്തുള്ളൂ. 5.5-6. നമ്മൾ ആ ഏലരാജന് അത് ഒരു 6 കിട്ടും. 6 ഇത് 5.5 കിട്ടുന്നു. 5.5 ഈ 9 വോൾട്ട് അത്രയും കിട്ടത്തുള്ളൂ. പിന്നെ കായ്ക്ക് ഇച്ചിരി സൈസ് ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ. അത് തന്നെയാണ്. ഇത് നിറച്ച് പിസേറിയ ഉണ്ടെന്ന് തോന്നുന്നല്ലേ? ഇത് കണിവറമ്പനാണല്ലേ? ഇപ്പോൾ ഷിജുചേട്ടൻ പറയുന്നത് ഏറ്റവും ബെറ്റർ ആയിട്ട് ഏലം കൃഷി ചെയ്യാൻ ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്ക് 1 കിലോ കായ്ക്ക് 1000 രൂപ വില വെച്ചാൽ 300 മുടക്കി 1000 കിട്ടണോ 700 മുടക്കി 1000 കിട്ടണോ എന്നുള്ള വ്യത്യാസമാണ്. അതെ, മറ്റുള്ള ഏലങ്ങൾക്ക് എക്സ്പെൻസ് കൂടുതലാണ്. ഇതിന് ഇപ്പോൾ ഒന്നാം വർഷം കാ കിട്ടുന്നതും 2ാം വർഷവും 3ാം വർഷവും എല്ലാം കൂടുതൽ കിട്ടുന്നത് ഈ കണിവറമ്പനാ അല്ലേ? തന്നെയല്ല, ഇത് ചെറിയ നമ്മുടെ തോട്ടത്തിൽ ഏറ്റവും അധികം നമ്മൾ കൃഷി ചെയ്യുന്നതും ഞളാനിയായിരുന്നു ഏറ്റവും കൂടുതൽ. ഇപ്പം കണിവറമ്പനാണ്. ഫിഷറി ആയതുകൊണ്ട് കണിവറമ്പൻ കൂടുതൽ. 16 വർഷമായിട്ട് നമുക്ക് ഇതുള്ള. അതെ അല്ലേ? പിന്നെ ഇതിനൊരു പ്രത്യേകത എന്ന് വെച്ചാൽ സൂര്യപ്രകാശം നല്ലോണം ഉണ്ടെങ്കിലേ കാ കൂടുതൽ കിട്ടത്തുള്ളൂ. നമുക്കിതിന്റെ തട്ടയ കാര്യങ്ങളൊക്കെ കൊടുക്കാൻ കാണുമോ? നമ്മൾ തട്ട കൊടുത്തോണ്ടിരുന്ന എല്ലാ ഐറ്റത്തിന്റെ ഉണ്ടോ അതോ? ഇപ്പൊ ഞള്ളാനി, കണിവറമ്പൻ, പിന്നെ 9 വോൾട്ടിന്റെ തട്ട. അടുത്ത വർഷം ഏലരാജന്റെ തട്ട. ഏല അത്ര മെച്ചമല്ലാത്തതുകൊണ്ട് നമ്മൾ കൊടുക്കും. ഇല്ല. അപ്പൊ നമുക്ക് ഇത് കണിപ്പറമ്പനല്ലേ? കണിപ്പറമ്പനില് മറ്റേ പിസേറിയോ കേടുകളോ ഒന്നുമില്ല അല്ലേ? ഒടിയല്ല. തട്ടയ്ക്ക് നല്ല ബലവും കരുത്തും ഉണ്ട്. ഇടയ്ക്ക് വെച്ച് ഒടിയല്ല. വേറെ കേട് ഭാഗങ്ങളൊന്നും വലിയ ഈ കായ്ക്കും വലിയ കേട് വരത്തില്ല അല്ലേ? കായ്ക്കും തുറപ്പ് കുറവ്. ഇതും അത് തന്നെ അല്ലേ? ഇതൊക്കെ നല്ല കായുണ്ടല്ലോ. നല്ലപോലെ കൊത്ത് വീഴുമല്ലേ? ഒരു കൊത്തിലൊരു 2, 4, 6 20 കാ കിട്ടുകയാണെങ്കിൽ ഇതൊരു 40 അത്രയും വരും. ഇതല്ലേ? ഇതൊക്കെ നല്ല ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ കണിവറമ്പിൻ്റെ നമുക്ക് ബൾക്കായിട്ട് തന്നെ ഈ തട്ട ആവശ്യമൊക്കെ ഉള്ളവർക്ക് കൊടുക്കാൻ കാണും അല്ലേ? നമ്മൾ കൊടുത്തോണ്ടിരിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ വർഷം നല്ലൊരു തട്ട കൊടുത്തായിരുന്നു. ഇപ്പോൾ ഇതിനകത്ത് നമ്മൾ എത്ര വെറൈറ്റി ചെയ്യുന്നുണ്ട് കൃഷി? ഇതിപ്പോൾ ഒരു 9 വെറൈറ്റി ഉണ്ട്. 9 വെറൈറ്റി ഉണ്ട്. 9 വെറൈറ്റിയിൽ നമുക്ക് ഏറ്റവും ബെറ്റർ ആയിട്ട് തോന്നിയത് ചെലവ് കുറവും കൂടുതൽ കാ കിട്ടുന്നതും കണിവറമ്പനാണ്. മറ്റേ ഇപ്പം ഞള്ളാനിയുടെ ഇത് ഫിസറി. ഇത് ഫിസറിയോ ആണല്ലേ? ഇതാണ് ഫിസേറിയ. ഇത് ഒരേപോലെ നട്ട ചെടികളാണ്. ഇതുപോലെ ശരിക്കും തട്ട ചൂടും മുതലേ റോസ് കളറായി പിന്നെ ഇലയുടെ ഇടയ്ക്ക് വെള്ളം നിൽക്കും. ആ വെള്ളം ഇങ്ങനെ ഒഴുകി ഇതാണ്. അപ്പൊ അത്ര ഭാഗം ഇലയ്ക്ക് അടുപ്പമില്ലാതെ അകന്ന് പോളയാകുന്നു നിന്ന് വെള്ളം നിന്നിട്ട് അത്ര ഈ വെള്ളം നിൽക്കുന്ന ഭാഗം മൊത്തം ബ്രൗൺ കളറായി പോകും. അതാണ് ഞള്ളാനിയുടെ ഒരു പ്രശ്നം. പക്ഷെ അതിന് അങ്ങനെ വരുന്നില്ല. സ്വാഭാവികമായിട്ട് ഇല ഇതുണ്ട്. നല്ല അടുപ്പമുള്ള ഇത് അകലത്ത് നമ്മൾ കൈക്ക് പിടിച്ചാൽ പോലും അകലുന്നില്ല അല്ലേ? ഇത്ര നല്ല ബലമുണ്ട്. പിന്നെ ഞള്ളാനിക്കും കണിവറമ്പനും കളറൊക്കെ ഉണങ്ങി വരുമ്പോൾ ഒരേ കളറായി പ്രത്യക്ഷത്തെ വലിപ്പം കുറവ് തോന്നിയാലും ഉണങ്ങി വരുമ്പോൾ എല്ലാം സെയിം ആണ്. ഇത് 4.5 കിട്ടുമ്പോൾ ഞള്ളാനി 5 കിട്ടും. പക്ഷെ നമുക്ക് ഈ 1/2 കിലോ 1 കിലോ വ്യത്യാസം വന്നാലും നമുക്ക് എപ്പോഴും ലാഭം. അതായത് നമുക്ക് പൈസ കിട്ടുന്നത് വെച്ച് നോക്കുവാണെങ്കിൽ പിന്നെ കണിവറമ്പൻ തന്നെ. പിന്നെ ഈ പ്രകാശം ഈ കനകുന്ന ഏരിയയിലൊക്കെ ഇപ്പോൾ കാ കൂടുതൽ വരുന്നതിൻ്റെ കാരണം ഒന്ന് കണിവറമ്പനൊക്കെ കൂടുതലുള്ളതുകൊണ്ട്. അത് എനിക്കൊരു സംശയം. ഇപ്പോൾ ഇത് നമ്മൾ ചോദിച്ചു വന്നതുകൊണ്ടാണ്. ഈ കണിപ്പറമ്പൻ നമുക്ക് അത്യാവശ്യം ഈ മല പോലുള്ള ഏരിയകളുണ്ടല്ലോ, ഇത് വലിയ എരമ്പോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ അത്യാവശ്യം ഹിൽസ് ആയിട്ടുള്ള സ്ഥലങ്ങൾ, അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഈ കണിപ്പറമ്പൻ ഏലം വെക്കാമെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. അതായത് ചരലുള്ള മണ്ണിലും ഏറ്റവും കൂടുതൽ സൂര്യപ്രകാശം ഉള്ളവിടത്തും പിന്നെ വളക്കൂറ് കുറവുള്ളവിടത്തും ഏറ്റവും നല്ലത് 10% 15% ഷെയ്ഡോടുകൂടി ചെയ്യാൻ പറ്റുന്നത് കണിപ്പറമ്പനാണ് അല്ലേ? അതെ. ഇതിന് ശരിക്കും പറഞ്ഞാൽ നമുക്ക് വെള്ളം തീർത്ത് കുറവ് മതി. അതായത് വെള്ളം കുറവുള്ള വർഷമാണ്, മഴ കുറവുള്ള വർഷമാണ് കൂടുതൽ കാ കിട്ടുന്നത്. അത് വലിപ്പമുള്ള കായ്. പിന്നെ ഞള്ളാനി, ഇത് ഞള്ളാനി അല്ലേ?
ഇത് അല്ല അത് ഇത് ഏലരാജൻ അല്ലേ? ഫിഷറിയാണ്. ആ ഓയ്യോ ഇത് അടഞ്ഞ് ഓമാസ് സ്റ്റേജിൽ, അതുകൊണ്ടാണ് ഇത് കൃഷി ചെയ്യേണ്ടെന്ന് പറയുന്നത്. നമ്മൾ തട്ട ഇത് കൊടുക്കും നമ്മൾ പ്രൊമോട്ട് ചെയ്യത്തുമില്ല. ഇല്ല. ഇത് PV5 ഒരേപോലെ വെച്ചതാണ്. PV5 അല്ലേ? പാമ്പാടുംപാറ ഗവേഷണ. ഇത് ഒന്നിച്ച് വെച്ചതാണോ സാധനം? ഇതെല്ലാം ഒന്നിച്ച് ഇത് ഇത്ര വളർന്നുള്ളൂ. ഇത് ഇപ്പൊ നന്നായിട്ട് ചെറിയ ചെറിയ ചിമ്പുകളൊക്കെ അടിക്കുന്നുണ്ടല്ലേ? അതിപ്പോ ഇവിടെ തെളിഞ്ഞ്. പക്ഷെ കായ്ക്ക് ബോൾട്ട് കുറവുണ്ട്. ബോൾട്ട് കുറവ് മൊത്തത്തിൽ മറ്റേ ഇതിനെ കഴിഞ്ഞും ലോയാന്ന് തോന്നല്ലോ. ഇതിനല്പം ഫിസേറിയം കുറവായിട്ട് കാണുന്നു. ഫിസേറിയം കുറവാ അല്ലേ? കുറവൊന്നും ഇപ്പം നമ്മൾ കുറച്ച് പക്ഷേ എനിക്ക് ചെടിയായി വരുന്നല്ലോ, വെള്ളം നിൽക്കുന്നുണ്ടല്ലേ? വെള്ളം നിൽക്കുന്നുണ്ട്. അപ്പോൾ അതാണ് ഈ ഫിസേറിയം കൂടാനുള്ള കാരണം. പിന്നെ ഇത് 9 ബോൾട്ട്. ഇത് 9 ബോൾട്ട് അല്ലേ? പിന്നെ ഞള്ളാനി. ഇത് ഞള്ളാനിയോ? ഇത് ഞള്ളാനി. ഇതിനൊക്കെ നല്ല ഫിസേറിയം കൂടുതലാണല്ലേ? ഭയങ്കരമായിട്ട് ഫിസേറിയം ഇതല്ലേ. ഇതിന് ഈ വെള്ളം നിൽക്കുന്ന ഇതുണ്ട് ഇതിനകത്തെ. പിന്നെ ഇതുണ്ട്. ഇത്രയും ചെടിക്കും നമ്മൾ ഒരേപോലെ വളം ചെയ്തേക്കുന്നത്, ഒരേപോലെയാണ് മരുന്നടിച്ചേക്കുന്നത്. ഇതെല്ലാം ചെയ്തേക്കുന്നത്. പിന്നെ പൊട്ടാഷിൻ്റെ അംശം കുറവ് കൊടുത്തെന്ന് മാത്രമേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ താഴത്തെ ചെടിക്കൊക്കെ പറിച്ചു കൊടുക്കാനുള്ളതുകൊണ്ട് പൊട്ടാഷിൻ്റെ ആവശ്യമില്ല. നമ്മൾ സാധാരണ രീതിയിൽ എന്തൊക്കെയാണോ വളങ്ങളും മരുന്നുകളും ചെയ്യുന്നതെന്നൊന്ന് പറയാമോ? നമ്മളൊരു ശാസ്ത്രീയമായ രീതിയിലുള്ള വളപ്രയോഗം, അതായത് ചെടിക്ക് അല്പാൽപമായി വളം ഇട്ട് കൊടുക്കുന്ന രീതി, സ്പ്രേ ചെയ്യുന്ന രീതിയാണ് നമ്മൾ സ്പ്രേ കൊടുക്കും. സ്പ്രേ പോളിയാറായിട്ടല്ലേ? പോളിയാറായിട്ട് കൊടുക്കും. ഈ പോളിയാർ ചെയ്യുമ്പോൾ നമ്മളൊരു ഫംഗിസൈഡ് എപ്പോഴും കൊടുക്കണം. പോളിയാർ കൂടുതൽ ചെയ്യുമ്പോൾ ഫിസേറിയത്തിനുള്ള സാധ്യത കൂടുതലാണ്. എന്ന് പറഞ്ഞാൽ അതൊരു കുമ്പളാണല്ലോ, അതും വളരും. അപ്പോൾ അത് വളരുന്നതിൻ്റെ ഒരു ഫംഗിസൈഡും കൂടെ കൊടുത്താൽ ചെയ്യുന്നത്. ഇതിനകത്ത് ഇതെല്ലാം ചെയ്താലും കണിപറമ്പിന് മാത്രം ഈ ഫിഷറി ഉണ്ടായിട്ടില്ല. ചെടി ഒടിയുന്നില്ല. ഇല്ല. നല്ല നമുക്കിപ്പോൾ ഇതിനകത്ത് നമ്മൾ കണ്ടതിലെ തന്നെ ഇപ്പോൾ 3-4 ചെടി ഇതിനകത്ത് നിൽക്കുന്നതിലെ നമ്മൾ ശ്രദ്ധിച്ചപ്പോൾ തന്നെ കണിപറമ്പനാണ് ഏറ്റവും ബെറ്റർ ആയിട്ട് തോന്നുന്നത്. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ കായ്ക്ക് വലിപ്പം നമ്മൾ തട്ടയുടെ വലിപ്പം അനുസരിച്ച് ചെറിയ ചെടിയാണ് അത് വെച്ചത്. അപ്പോൾ ചെറിയ തട്ട ആയതുകൊണ്ട് ഇപ്പോൾ ഉണ്ടായതിന് ഇത്ര വലിപ്പം കുറവെന്നുള്ളൂ. ഞള്ളാനിയുടെ ഒപ്പം തന്നെ വലിപ്പമുണ്ട്. എന്നാൽ ഇത് നമുക്ക് അപ്പുറത്ത് തോട്ടമായിട്ടുണ്ടല്ലേ? അതൊന്ന് കാണാം. എന്നാൽ ഇത് ജസ്റ്റ് ഒന്ന് ഓടിച്ചൊന്ന് കാണിച്ചിട്ട് ഇതിവിടെ ക്ലോസ് ചെയ്യാവേ. ഇതിപ്പോൾ നമ്മൾ ഷിൽച്ച ചേട്ടൻ്റെ തോട്ടത്തിൽ വന്നിട്ടുണ്ട്. ഞള്ളാനിയെല്ലാം നമുക്ക് കാണാം മൊത്തം തട്ടമറച്ചിലും അഴുകലും ചീച്ചിലും അങ്ങനെയുള്ള രോഗങ്ങളൊക്കെ ബാധിച്ച് നിൽക്കുന്നത് കാണാം. എന്നാലും ഇതിനോട് ചേർന്ന് തന്നെ ഇവിടെ കണിപറമ്പൻ ഏലം നിൽപ്പുണ്ട്. കണിപറമ്പൻ നമുക്ക് കാണാം നല്ല പച്ചപ്പിലും നല്ല കരുത്തോടു കൂടി തന്നെ നിറച്ച് കായോട് കൂടി തന്നെ ഏലം നിൽക്കുന്നത് കാണിക്കാം. ഇതൊക്കെ കംപ്ലീറ്റ് കണിപറമ്പനാണ്. ആ ഏരിയ കാണുന്ന ആണ് കംപ്ലീറ്റ്. ഞള്ളാനി ഒരു കുറച്ച് ഏരിയ വെച്ചിട്ടുണ്ട്. ഈ കാണുന്ന മുഴുവൻ ഏരിയയും കണിപറമ്പൻ ഏലമാണ്. കണിപറമ്പനല്ലേ കുമളി ഏലം എന്ന് പറയുമല്ലേ ഇതിന്? ഇത് ശരിക്കും എത്ര വർഷം പഴക്കമുണ്ടാവുന്നത്? അതെ അല്ലേ? നല്ല തിങ്ങി കാ വീഴും അല്ലേ? ഇത് ശരിക്കും നമ്മൾ മണ്ണ് പ്രയോഗം ഇല്ല. നിങ്ങൾക്ക് ഇവിടെ കണ്ടാൽ അറിയാം. നമ്മൾ വെച്ചാൽ മറ്റുള്ള തോട്ടങ്ങളിലെല്ലാം ഞള്ളാനി ഇത് നശിച്ചു പോയേക്കുന്നു. തൊട്ടടുത്ത് നിൽക്കുന്ന കണിപറമ്പന് ഒരു കുഴപ്പമില്ല. 10-15 തട്ട വെച്ച് നമ്മൾ വർഷം എടുക്കുന്നതാണ്. ഇതിന് ശരിക്കും തട്ടയെല്ലാം നന്നായിട്ട് ചീഞ്ഞ് അഴുകി നശിച്ചു പോവുക അല്ലേ? അത് വേറെയാണ്. നിങ്ങൾക്ക് കാണാം ഇവിടെ അടിങ്ങി നല്ല കായാണ്, ടോപ്പ് കായ. ഇത് കൃഷി ചെയ്യുന്ന രീതികളും ഒക്കെ ഷെൽജു ചേട്ടന്
കർഷകർക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കത്തില്ലേ? പറഞ്ഞു കൊടുക്കുന്ന തീർച്ചയായിട്ടും. ഇതിപ്പോൾ കണിപ്പറമ്പിൻ്റെ 1-ാം വർഷം തോട്ടമാണ് കേട്ടോ. നല്ല ഇത് ശരിക്കും പറഞ്ഞാൽ 1 മീറ്ററിന് മുകളിലുണ്ടല്ലേ? ഇതാണ് ഇത്ര നീളത്തിൽ. ഇപ്പോൾ 1-ാം വർഷ ചെടിയാണിത്. ഇപ്പോൾ ശരിച്ചേടാ, ഇതിനിപ്പോൾ 1-ാം വർഷ ചെടിക്ക് നമ്മൾ എന്തൊക്കെ ഇതിന് അടിവളം ചെയ്തത്? അടിപൊളി ചാണകപ്പൊടി ഉപയോഗിക്കാറില്ല, ഫിസിനും ഇല്ല, നമ്മൾ അല്പാൽപ്പം വളം മാത്രം കൊടുക്കും, ചെറിയ തോതിൽ മാത്രം. നമ്മുടെ ഒരു കൂട്ടുവളം ഉണ്ടാതൊക്കെ ആയിരുന്നു. അതല്ലേ? സ്പ്രേ കൊടുക്കും. സ്പ്രേ അടിച്ചാൽ ഇതിന് ഫിസറിയും ഇല്ല. അതാണ് ഇപ്പോൾ ഇല്ലല്ലോ, ഒരു നല്ല പച്ചപ്പ് തട്ടയാണ്, പച്ചപ്പ് കാണുമ്പോൾ തന്നെ അറിയാം. മൊത്തം ഇലകൾക്ക് പോലും ഒരു മഞ്ഞക്കളർ പോലും ഇല്ല. ഇല്ല. ഇതെല്ലാം ഈ വർഷം വെച്ച പുതിയ ചെടിയാ അല്ലേ? ഇത് 2-ാം വർഷ ചെടി അല്ലേ? 1.5 വർഷമൊക്കെ ആയുള്ളൂ. 1.5 വർഷം. 2-ാം വർഷം. കട്ടിങ് പോലെയുള്ള ഏരിയയിൽ ഏറ്റവും നല്ലത് ഇതൊന്നും. ഇതിന് തൊട്ടപ്പുറം വേറെ ഒരാളുടെയാ. ഇതുപോലെ അത് ഞള്ളാനിയാ അല്ലേ? ഇത് ഈ കട്ടിങ്, ഇങ്ങനെ കട്ടിങ്ങൊക്കെ ഉള്ളിടത്തും വളരെ സിമ്പിളായിട്ട് നട്ട് ഇതുപോലെ നല്ല കായ ആയിക്കോളൂ അല്ലേ? ഉറപ്പായിട്ട്. അതുപോലെ വെള്ളം വാർന്നു പോകാനുള്ള സൗകര്യം ഇതിനകത്ത് വേണം. വെള്ളം കെട്ടി നിൽക്കത്തില്ല ഇവിടെ. കെട്ടി നിൽക്കത്തില്ല. അതാ തന്നെ ചെടിയെ വലിയ അഴുകലോ പ്രശ്നങ്ങളോ ഒന്നുമില്ല. അതുപോലെ കായ്ക്ക് നല്ല ബെറ്റർ ആയിട്ടുള്ള കായും ഉണ്ട് അല്ലേ? ഇതിപ്പോൾ 5 വർഷമായത്. 5 വർഷം. 5 വർഷം പഴക്കമുള്ള. അതുപോലെ തന്നെ ഇത് കട്ടിങ് നിൽക്കുന്ന ചെടിക്കാണ് ഇത് കായ. ഇതുപോലെ തിട്ടയിലൊക്കെ നിൽക്കുമ്പോൾ വെള്ളം കെട്ടി നിൽക്കാത്തത് കൊണ്ടായല്ലേ? വെള്ളം കെട്ടിക്കുന്ന ഉണ്ടാകില്ല. ഈ ശരം ഒരിക്കലും അവസാനിക്കും ഇല്ല അല്ലേ? ഇത് ശരം അങ്ങനെ മുറിയത്തും ഇല്ലല്ലോ. ഇല്ലില്ല. ശരം കട്ടയ്ക്കനുസരിച്ചുള്ള ശരം. ശരം മുറിഞ്ഞു പോകുന്ന പരിപാടി ഇല്ല. അത് കണ്ടില്ല, തുമ്പ് വരെ. തൊട്ടടുത്ത് വേറെ ചെറിയ പള്ളി തീർന്നു പോയേക്കുന്നു അല്ലേ? അതിൻ്റെ തട്ടയ്ക്ക് തന്നെ നല്ല പച്ചപ്പ് കളറാണ്. മറ്റുള്ള ചെടി കാണുന്ന പോലെ ഫിസേറിയം ഇല്ല. ഫിസേറിയം വരും. അപ്പോൾ നമ്മളിന്ന് ശൈലജ ചേട്ടൻ്റെ ഏലത്തോട്ടം ആണ് കണ്ടത്. ഏലത്തോട്ടത്തിൻ്റെ കുറച്ച് ഭാഗങ്ങൾ. ഇദ്ദേഹത്തിന് ഇതുപോലെ ഒരുപാട് ഏരിയകളിലായിട്ട് കൃഷിയുള്ള ഒരാളാണ്. അപ്പം നിങ്ങൾക്ക് ഏലത്തട്ട ആവശ്യമുള്ളവർക്ക് ഇദ്ദേഹത്തെ കോൺടാക്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ കൃഷിയെ കുറിച്ചോ അല്ലെങ്കിൽ കൃഷി രീതികളെക്കുറിച്ചോ എന്തെങ്കിലും സംശയമോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ഷൈജു ചേട്ടനെ നമുക്ക് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ പറഞ്ഞു കൊടുക്കാൻ പറ്റുമല്ലോ അല്ലേ? ഓക്കെ. അപ്പോൾ ഇതെല്ലാം കണിപ്പറമ്പൻ ഇനത്തിൽപ്പെട്ട ഏലമാണ്. ഇപ്പം കൂടുതലും ചേട്ടൻ കൃഷി ചെയ്യുന്നത് കണിപ്പറമ്പൻ ഇനത്തിൽപ്പെട്ട ഏലം തന്നെയാണ്. കാരണം കേട് കുറവുണ്ട്. അതുപോലെ തന്നെ ഫിസേറിയം എന്ന രോഗം ബാധിക്കുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, ഫിസേറിയം ബാധിച്ചിട്ടില്ല ഒരു ചെടിക്ക് പോലും. അപ്പം ഈ മറ്റുള്ള ഞള്ളാനി കാര്യങ്ങളൊക്കെ നമ്മൾ കാണിച്ചു തന്നു. അതിനെല്ലാം ഓൾറെഡി ഫിസേറിയം ബാധിച്ചിട്ടുണ്ട്. അപ്പം ഷൈജു ചേട്ടാ, എന്തായാലും
നമുക്ക് ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. എന്തായാലും ഇത്രയും നേരം എന്നോട് സഹകരിച്ചതിന് ഒരുപാട് നന്ദി. ഷെൽ ചേട്ടാ, നമുക്ക് കഴിഞ്ഞ ദിവസം നമ്മുടെ പരസ്യം നമ്മളുടെ ഈ ഒരു തോട്ടത്തിൽ വന്നത് നമ്മൾ കാശ് മുടക്കി ചെയ്ത ഒരു പരസ്യം മറ്റൊരു ചാനലെടുത്ത് ഉപയോഗിച്ചു എന്നൊക്കെ പറയുന്നത് കേട്ടു. അത് ശരിയാണോ? ശരിയാണ്. കാര്യം ഞാൻ പിന്നെ ഏലം തട്ട കൊടുക്കുന്നതിന് മുമ്പ് ഒരു പരസ്യം എടുത്തായിരുന്നു. ആ പരസ്യം എടുത്ത ആൾക്കാർ തന്നെ ഒരു ചാനലിൽ എൻ്റെ അനുവാദം കൂടാതെ, ഞാൻ പരസ്യം പുറത്തു വിട്ടിട്ടില്ല, ഏലം തട്ട ചിലവായോ, അത് വേറൊരു കർഷകന്റെ ചെടിയാണെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ വിഷ്വല് കാണിച്ചു. ആ വിഷ്വല് ഈ ചാനലിൽ ഒന്ന് കാണിക്കണമെന്നാണ് എൻ്റെ അപേക്ഷ. അതിന്റെ വിവരങ്ങൾ അറിയാമല്ലോ. നല്ല പച്ച കളറിലുള്ള ചെടി കാണിച്ചുകൊണ്ട് അത് അവരുടെയാണെന്ന് പറഞ്ഞ് കാണിക്കുന്നത് ശരിയാണോ? ശരിയല്ല. കാരണം നമ്മൾ കഷ്ടപ്പെട്ട് ഞാൻ അവർക്ക് തന്നെ പിന്നെ പരസ്യത്തിന് കൊടുത്ത് പൈസ കൊടുത്തെടുത്ത സാധനം. അപ്പൊ അത് ഏലം തട്ട കൊടുക്കുന്നതിന് മുമ്പ് ഒരു പരസ്യം എടുത്തായിരുന്നു. ആ പരസ്യം എടുത്ത ആൾക്കാർ തന്നെ ഒരു ചാനലിൽ എൻ്റെ അനുവാദം കൂടാതെ, ഞാൻ പരസ്യം പുറത്തു വിട്ടിട്ടില്ല, ഏലം തട്ട ചിലവായോ, അത് വേറൊരു കർഷകന്റെ ചെടിയാണെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ വിഷ്വല് കാണിച്ചു. ആ വിഷ്വല് ഈ ചാനലിൽ ഒന്ന് കാണിക്കണമെന്നാണ് എൻ്റെ അപേക്ഷ. അതിന്റെ വിവരങ്ങൾ അറിയാമല്ലോ. നല്ല പച്ച കളറിലുള്ള ചെടി കാണിച്ചുകൊണ്ട് അത് അവരുടെയാണെന്ന് പറഞ്ഞ് കാണിക്കുന്നത് ശരിയാണോ? ശരിയല്ല. കാരണം നമ്മൾ കഷ്ടപ്പെട്ട് ഞാൻ അവർക്ക് തന്നെ പിന്നെ പരസ്യത്തിന് കൊടുത്ത് പൈസ കൊടുത്തെടുത്ത സാധനം. അപ്പോൾ അത് ഞാൻ അറിയാതെ അല്ലെങ്കിൽ എന്നോട് ചോദിക്കാതെ ഇത് വിഷ്വല് കൊടുത്ത് മറ്റൊരു ചെടിയാണെന്ന് തെറ്റിദ്ധരിക്കുകയും കർഷകർ വഞ്ചിതരാകരുതെന്നാണ് എൻ്റെ അഭിപ്രായം. ശരിയാണ്, തീർച്ചയായിട്ടും. കാരണം ഇങ്ങനെ ഒരു നല്ല മെസ്സേജ് ഇതിനകത്ത് ചെയ്തത് വളരെ നന്ദി. കാരണം കർഷകർക്ക് ഇതുപോലെ പല ചാനലുകളിൽ കൂടെ മറ്റ് ചില ചെടികൾ അല്ലെങ്കിൽ ഇപ്പോൾ ഷെൽജറിന് തന്നെ വിഷ്വൽ എടുത്തിട്ട് വേറെ ഏതെങ്കിലും ഒന്നിനും കൊള്ളുകയില്ലാത്ത ചെടിയുടെ മുകളിൽ കൊണ്ട് ഈ ഒരു പരസ്യം ചെയ്ത് മറ്റുള്ളവർക്ക് തട്ട വിൽക്കാനായിട്ടും അങ്ങനെ ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. ഏതായാലും ഈ ഒരു മെസ്സേജ് ജനങ്ങൾക്ക് വേണ്ടി കൊടുത്തത് വളരെ നല്ലൊരു മെസ്സേജ്. ഇതുവരെ കാണിച്ചിരിക്കുന്ന എല്ലാ ചെടി എൻ്റെ മാത്രമാണ്. അതുപോലെ തന്നെ എൻ്റെ പരസ്യം ഇവിടെ കാണിക്കുന്നത് എൻ്റെ ചെടിയുടെ പരസ്യമാണ്. എൻ്റെ ചെടി ഡ്രോൺ ഉപയോഗിച്ചെടുത്ത എൻ്റെ ചെടിയുടെ പരസ്യമാണ്. അത് മറ്റുള്ളവർ ഉപയോഗിക്കുന്നതിന് പിന്നെ അത് എടുത്ത ആൾക്കാർ തന്നെയാണ്. ഇത് ഞാൻ പുറത്തു കൊടുക്കാത്ത ഒരു കാര്യം അവരെടുത്തിട്ടു. അത് ശരിയായ നടപടിയല്ല എന്ന് എനിക്ക് പറയാം. ശരി, തീർച്ചയായിട്ടും. എന്തായാലും ഞാൻ ഇതിൻ്റെ പുറകിൽ തന്നെ ഈ ഒരു വീഡിയോയ്ക്ക് പുറകിൽ തന്നെ ആ വിഷ്വൽ ഒന്ന് കൊടുത്തേക്കാം. ഓക്കെ, താങ്ക് യു. അപ്പം ഷെൽജേട്ടാ, എന്തായാലും നമുക്ക് ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. എന്തായാലും ഇത്രയും നേരം എന്നോട് സഹകരിച്ചതിന് ഒരുപാട് നന്ദി. കാരണം ഒരുപാട് വർക്കും കാര്യങ്ങളും ഒക്കെ ഉള്ള ആളാണ്. അതുപോലെ തന്നെ പറമ്പിൽ തോട്ടത്തിൽ തന്നെ ഒരുപാട് ആളുകൾ പണിക്ക് നിൽക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ഈ ഒരു വീഡിയോയ്ക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്ത് ഈ തോട്ടത്തിൽ കൂടെ എല്ലാം എൻ്റെ കൂടെ നടന്ന് സപ്പോർട്ട് ചെയ്തതിന് ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ നമ്മളെ പ്രേക്ഷകർക്ക് വേണ്ടി എന്താണ് ഒരു മെസ്സേജ് കൊടുക്കാനുള്ളത്? ഒരു കൃഷിയിലോട്ട് കടന്നു വരുന്ന പുതിയതായിട്ട് ഏലകൃഷിയിൽ എല്ലാ ഇനം ചെയ്യാം, പക്ഷേ കണിപറമ്പിനാണ് നമുക്ക് ചിലവ് കുറവുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ അകത്ത് ഒരു കാര്യം. പിന്നെ മണ്ണിടുന്ന പരിപാടി നമുക്കില്ല. മണ്ണിടുന്നതിന് പകരം എങ്ങനെയാണോ നിലം ഒരുക്കിയിടുന്നത് അതുപോലെ തന്നെ തട്ട വെച്ച് പോവുക. അത് അല്പാൽപ്പം വളം, എപ്പോഴും ചുവട് ക്ലീൻ ആയി കിടക്കും. ചുവട് തറനിരപ്പിൽ തന്നെ കട്ടിങ് വരാതെ പിന്നെ മൾച്ചിങ് ചെയ്യുക, അല്ല മണ്ണിടാതെ. നമ്മളിതിനെ ഇട മുള്ളിനിളക്കുക, അങ്ങനെയുള്ള 4-5 വർഷം കൂടുമ്പോൾ, ഇതുവരെ ഇളക്കിയിട്ടില്ല, ഇനി ഇളക്കും. 4-5 വർഷം കൂടുമ്പോൾ അഥവാ ഫിഷേറിയുള്ള ചെടി ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ വള്ളി കെട്ടി കൊടുക്കാം. വള്ളി കെട്ടിക്കിടുമ്പോൾ ഫിഷർ ഒടിയാതിരിക്കും, മറിഞ്ഞു പോകാതിരിക്കാനായിട്ടല്ലേ. ഈ ചെടിയൊക്കെ ഇച്ചിരി വലുതായതുകൊണ്ട് ചാഞ്ഞു വരാതിരിക്കാൻ ഈ വള്ളി വലിച്ചു കെട്ടി തട്ടയ്ക്ക് വള്ളി കെട്ടി കൊടുക്കാം. നല്ല ഈ ഫിഷേറിയം വന്നാൽ ഇത് കായാലും ശരിക്കും ബാധിക്കും. നമ്മളെപ്പോഴും ഫിഷേറിയം ഒരിക്കലും മാറത്തില്ല. ഈ ഫിഷേറിയം മരുന്ന് അടിച്ചുകൊണ്ടിരിക്കുക എന്ന് മാത്രമേ ഉള്ളൂ, മാറത്തില്ല, ഒരു കാലത്തും മാറത്തില്ല. ഫംഗിസൈഡ് അടിച്ചുകൊണ്ടിരിക്കും. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എപ്പോഴും അതുപോലെ തന്നെ ക്ലീൻ ചെയ്യാൻ കുമ്മായം ഇടയ്ക്കിടയ്ക്ക് ഇട്ട് കൊടുക്കണം. നമ്മൾ തട്ടയ്ക്ക് ഇടവഴിയെല്ലാം ഇട്ട് കൊടുക്കണോ? ഉറപ്പായിട്ടും. അതായത് 10 കിലോ കുമ്മായത്തിന് 2 കിലോ സൾഫർ മിക്സ് ചെയ്തിട്ട് ഇടുകയാണ് അഴുകലിനെ നല്ല രീതിയിൽ. ഇത് ഏത് രീതിയിലാണ് ഇടുന്നതെന്ന് പറയാമോ? നമുക്ക് ഈ തട്ടയ്ക്ക് ഇടയിൽ കൂടെ ഇട്ട് കൊടുക്കും, മൊത്തം ചുറ്റിനും ഈ തട്ട വഴി എല്ലാം ഇടും. അപ്പോൾ നമ്മൾ ഈ മഴക്കാലത്തൊക്കെയാണ് മരുന്ന് ഒഴിച്ചു കൊടുക്കാൻ പറ്റില്ലാത്തതുകൊണ്ട് ഇതങ്ങ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കഴുകി അങ്ങ് ഈ തട്ടയുടെ പകുതിക്ക് മുതൽ അങ്ങോട്ട് ഇടുക. അപ്പം അതുകൊണ്ട് കായ്ക്ക് പൊള്ളലോ കാര്യങ്ങളോ ഒന്നുമില്ല. അതായപ്പോൾ അഴുകലിന് ഏറ്റവും നല്ല ഇതായിട്ട് കണ്ടേക്കുന്നത്. ഓക്കെ. അപ്പോൾ നമ്മൾ കണിപറമ്പൻ തോട്ടത്തിൻ്റെ ആണ് ഇതുവരെയും ചെയ്യാതിരുന്നത്. മറ്റുള്ള ഏലങ്ങളൊക്കെ അത്യാവശ്യം ഏലങ്ങൾ ചെയ്തു. ഇപ്പോൾ ഇവിടെ വന്നാൽ മതിയായിരുന്നു ഞാൻ ആലോചിച്ച് ഫസ്റ്റ് തന്നെ. കാരണം ഒരുമാതിരിപ്പെട്ട ഏലത്തിൻ്റെ സകല വെറൈറ്റിയും ഇദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കയ്യിലില്ലാത്ത 1-2 വെറൈറ്റി ഇനി ഏലത്തിൻ്റെ ആയിട്ട് ഉള്ളെന്ന് തോന്നുന്നു, പുതിയ ഏലങ്ങൾ വരുന്നതിൻ്റെയൊക്കെ മാത്രം. ബാക്കി എല്ലാ ഐറ്റം ഏലവും ഇദ്ദേഹം കൃഷി ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും
നമുക്ക് ഈ ഒരു വീഡിയോ വളരെ പ്രയോജനപ്രദമായിട്ടുള്ള ഒരു വീഡിയോ ആണെന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങളോ ഡൗട്ടുകളോ ഒക്കെ ഉണ്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെ ഞാൻ ഷെല്ലു ചേട്ടൻ്റെ നമ്പറും അതുപോലെ തന്നെ എൻ്റെ നമ്പറും കോൺടാക്ട് നമ്പറും കൊടുക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് അതിൽ വിളിച്ചുകൊണ്ട് എന്തെങ്കിലും സംശയമോ കാര്യങ്ങളോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ കണിപറമ്പൻ ഏലത്തിന് തട്ട ആവശ്യമുള്ളവർക്ക് തോട്ടം വന്ന് കണ്ടതിന് ശേഷം തട്ടയെടുക്കാനോ അല്ലേ? തട്ട ആവശ്യം ജൂൺ തൊട്ട് ഇപ്പം നിലവിലില്ല, അടുത്ത ഒരു ജൂൺ തൊട്ടിട്ട് ആരംഭിക്കും. ആർക്കെങ്കിലും ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ ഇദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാം. അതുപോലെ തന്നെ ഇതിൻ്റെ വളപ്രയോഗം മരുന്ന് പ്രയോഗം അങ്ങനെയുള്ള എന്തെങ്കിലും സംശയ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നത്. അപ്പോൾ എല്ലാവർക്കും നന്ദി, നല്ല ദിവസം ആശംസിക്കുന്നു. ബൈ.